മഞ്ഞടുക്കം തുള്ളൂർവനത്ത് കിഴക്കേ കോവിലകം അഥവാ കിഴക്കൂലം കളിയാട്ടത്തിന് പൂക്കുട്ടയുമായി കാഞ്ഞങ്ങാട് അജാനൂർ അടോട്ട് മൂത്തേടത്ത് കുതിര് പഴയ ദേവസ്ഥാനം പാടാറക്കുളങ്ങര ശ്രീ ഭഗവതി ദേവസ്ഥാനത്തു നിന്നും കിഴക്കുംകര ഇളയെടുത്ത് കുതിര് പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തിൽ നിന്നുമുള്ള പൂക്കാർ സംഘത്തെയാണ് പൂക്കാർ എന്ന് വിളിക്കുന്നത്. കാൽനടയായി വരുന്ന പൂക്കാർ കിഴക്കൂലത്തെ 6ാം കളിയാട്ട ദിവസമാണ് കലശമെടുക്കുന്നത്. ശ്രീ തുളൂർവനത്ത് ഭഗവതി, ശ്രീ മുന്നായിരീശ്വരൻ എന്നീ തെയ്യങ്ങൾക്ക് കലശമെടുക്കാനാണ് പൂവും കൊട്ടയുമന്തി പൂക്കാർ തുള്ളൂർവനത്തേക്ക് വരുന്നത്. ആചാരപ്രകാരം 6ാം കളിയാട്ടത്തിന് 2 ദേവസ്ഥാനത്തിൻ്റെയും നേതൃത്വത്തിൽ കലശം എഴുന്നള്ളിക്കണം. ഇതിനായി ആവശ്യമുള്ള ചെത്തിപ്പൂക്കൾ ശേഖരിച്ച് പച്ചയോല മെടഞ്ഞ കൊട്ടയുണ്ടാക്കി അതിൽ നിറച്ച് സ്ഥാനികരുടെയും കൂട്ടായിക്കാരുടെയും വാലിക്കാരുടെയും അകമ്പടിയോടെ വരുന്നു. നേരത്തെ കണ്ടെത്തിയ ആൾക്കാണ് പൂക്കൊട്ട എടുക്കുവാനുള്ള നിയോഗം. തുടർന്ന് കാൽനടയായി കിഴക്കുലത്തേക്ക് എത്തിക്കും. ദേവസ്ഥാനങ്ങളിലെ അന്ത്യത്തിരിക്ക് ശേഷമാണ് പൂക്കാർ അവിടെ നിന്ന് പുറപ്പെടുക. ശേഷം കിലോമീറ്ററുകൾ താണ്ടിയുള്ള കാലങ്ങളായുള്ള അനുഷ്ഠാന യാത്ര. കിഴക്കോട്ടുള്ള സഞ്ചാരത്തിനിടെ ചില സ്ഥലങ്ങളിൽ വിശ്രമവും ഭക്ഷണവും ദാഹജലവും നൽകിയും പൂക്കാരെ ദേവസ്ഥാനങ്ങളും തറവാടുകളും സ്വീകരിക്കും. അടുത്ത ദിവസം ഉച്ചയ്ക്ക് പനത്തടി നാട്ടിൽ എത്തിച്ചേരുന്ന പൂക്കാർക്ക് വിശ്രമവും ദാഹജലവും ശ്രീ വയനാട്ടുകുലം ദേവസ്ഥാനത്ത് നിന്നും നൽകുന്നു. ദേവസ്ഥാനത്ത് പൂക്കോട്ട ഇറക്കി പ്രാർത്ഥിച്ച ശേഷം തുളിച്ചേരി തറവാട്ടിൽ നിന്ന് കഞ്ഞിയും തോരക്കറിയും കൂട്ടിയുള്ള ഭക്ഷണവും പൂക്കാർക്ക് നൽകും. നമ്മളിതിനെ പൂക്കാര കഞ്ഞി എന്നാണ് വിശേഷിപ്പിക്കാറ്. പൂക്കാര കഞ്ഞിക്ക് ജാതിമത ഭേദമന്യേ എല്ലാവരും എത്തിച്ചേരും. ശേഷം പൂക്കാർ ശ്രീ കരുവാളമ്മയുടെയും ശ്രീ ക്ഷേത്രപാലകന്റെയും ദേവസ്ഥാനത്തു നിന്നും കുറി സ്വീകരിച്ച് കിഴക്കൂലത്തേക്ക് പുറപ്പെടും. ശേഷം പാണത്തൂർ കാട്ടൂർ തറവാട്ടിൽ സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ വിശ്രമിച്ച് പിന്നീട് കളിയാട്ട സന്നിധിയിലേക്ക് പൂക്കാർ നടന്നു നീങ്ങും. അനുഷ്ഠാന ബന്ധിതങ്ങളായി ഇത്തരം ആചാരങ്ങൾ പുതുതലമുറയ്ക്കും പുത്തൻ അനുഭവമായി മാറുന്നു എന്നത് ഒരു ദേശത്തിൻ്റെ സംസ്കാര സമ്പന്നതയ്ക്ക് ഒരു മുതൽക്കൂട്ട് തന്നെ.